എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നും ചെയ്യരുതെന്ന് ഫെലി ഒരുപാട് ബെഗ് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ ഡാഡാണെന്ന് പറഞ്ഞു വന്ന ആ ഫേക്ക് പേഴ്സൺ അവളെ വണ്ടി നടക്കുന്നു. എന്നിട്ട് ആ വണ്ടിയുടെ പിൻ സീറ്റിൽ അവളെ ഇരുത്തുന്നു. സ്വയം ഡ്രൈവ് ചെയ്ത് നേരത്തെ താമസിച്ച് ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു ചെയറിൽ ഫെലിയെ കെട്ടിയിടുന്നു. എന്നിട്ട് വായിൽ തുണി തിരികെ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ വായിന്ന് തുണി എടുക്കുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫെലി ചോദിക്കുന്നു. പക്ഷേ അവളുടെ ക്വസ്റ്റ്യൻസിന് അയാൾ ഒരു മറുപടിയും പറയുന്നില്ല. അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി വെയിറ്റ് ചെയ്ത് രാഗ ലഞ്ചിന് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അവൾ 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. രാഗ ഫെലിയെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഒന്നിനും ഒരു റെസ്പോൺസും കൊടുക്കുന്നില്ല. അവളെക്കുറിച്ച് ആലോചിച്ച് രാഗ വറീഡാകുന്നു. ഈ സീനിൽ മിസ്റ്റർ ജൊഹാനോട് രാമ സംസാരിക്കുകയാണ്. താങ്കൾ നിർദ്ദേശിച്ച പോലെ ആൻഡ്രിയാസ് ഗലണ്ടയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് ന്യൂ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഫെലിയുടെ റിയൽ ഡാഡായ ആൻഡ്രിയാസ് ഗലണ്ട ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇപ്പോൾ അവളുടെ കൂടെ താമസിക്കുന്നത് ഫേക്ക് പേഴ്സൺ ആണെന്ന് രാമ പറയുന്നുണ്ട്. ഇത് കേട്ട് മിസ്റ്റർ ജൊഹാൻ ഒരുപാട് പേടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫെലിയുടെ കൂടെ ഉള്ളത് ആരാണെന്ന് മിസ്റ്റർ ജോഹാൻ ചോദിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ ഷുവർ അല്ല, പക്ഷെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ചില ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ്രിയാസ് ഗലണ്ടയ്ക്ക് ഒരു ചെറിയ ബ്രദറുണ്ട്, പേര് ആൻഡ്ര. പക്ഷെ അയാൾ അത്ര നല്ല പേഴ്സൺ അല്ല. കോളേജിൽ പഠിക്കുന്ന ടൈമിലെ ഡ്രഗ്സിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് തവണ ജയിലിൽ പോയിട്ടുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ബിസിനസ്സും അയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നതെന്ന് രാമ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മിസ്റ്റർ ജൊഹാൻ ഒരുപാട് പേടിക്കുന്നുണ്ട്. ഫെലിയുടെ കൂടെയുള്ളത് ആൻഡ്രയാണെന്ന് മിസ്റ്റർ ജൊഹാൻ ഉറപ്പാകുന്നു. അദ്ദേഹം ഈ കാര്യം പറയാനായി രാഗയെ കോൾ ചെയ്യുന്നുണ്ട്. കാരണം രാഗ ഫെലിയെ കാണാൻ പോയിരിക്കുകയാണെന്ന് ജോർദൻ മിസ്റ്റർ ജൊഹാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ എടുത്തിയുടനെ മിസ്റ്റർ ജൊഹാൻ രാഗയോട് നീ ഇപ്പോൾ ഫെലിയുടെ കൂടെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടേക്ക് വന്നത് ഫെലി ഇവിടെ ഓക്കെയാണെന്ന് അറിയാനായിട്ടാ. ഞങ്ങൾ ഇന്ന് ലഞ്ചിന് മീറ്റ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്താ. പക്ഷേ ഫെലി ഇതുവരെ വന്നില്ല എന്ന് രാഗ പറയുന്നു. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യില്ലെന്ന് നീ എന്നോട് പ്രോമിസ് ചെയ്യണമെന്ന് മിസ്റ്റർ ജൊഹാൻ പറയുന്നു. ഇതെല്ലാം കേട്ട് രാഗ കൺഫ്യൂസ് ആകുന്നുണ്ട്. ഫെലിയുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അവളുടെ ബയോളജിക്കൽ ഡാഡ് അല്ലെന്ന് മിസ്റ്റർ ജൊഹാൻ പറയുന്നു. രാഗ ഷോക്കായി ഫെലിയുടെ റിയൽ ഡാഡ് അല്ലെങ്കിൽ പിന്നെ അയാൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ആൻഡ്രിയാസ് ഗലണ്ടയുടെ യങ്ങർ ബ്രദറായ ആൻഡ്രയാണെന്നാണ്. പക്ഷെ ആൻഡ്ര എന്ന് പറഞ്ഞ പേഴ്സൺ അത്ര നല്ല ആളല്ലെന്ന് മിസ്റ്റർ ജൊഹാൻ പറയുന്നു. ഡാഡ് എന്താ ഈ കാര്യം എന്നോട് നേരത്തെ പറയാനെന്ന് രാഗ ചോദിക്കുമ്പോൾ ഞാനും ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് മിസ്റ്റർ ജൊഹാൻ പറയുന്നു. നീ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം. അവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് മിസ്റ്റർ ജൊഹാൻ പറയുന്നു. പക്ഷേ രാഗ ഇതൊന്നും കേൾക്കാതെ കോള് കട്ട് ചെയ്ത് അവിടുന്ന് പോകുന്നുണ്ട്. മിസ്റ്റർ ജൊഹാന് മനസ്സിലാകുന്നു രാഗ എന്തായാലും ഫെലിയെ രക്ഷിക്കാൻ വേണ്ടി പോയതാണെന്ന്. നെക്സ്റ്റ് സീനിൽ ആൻഡ്ര ഒരു ലേഡിയുടെ കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ കേട്ടല്ലോ ഇന്നലെ ആ ഗേള് നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന്. അതേ ശ്രമിച്ചു, പക്ഷെ അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഞങ്ങൾ അവളെ ഇപ്പോൾ റൂമിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഫെലിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ ഇവർ ഈ സംസാരിക്കുന്ന എല്ലാം രാഗ കേൾക്കുന്നുണ്ട്. ഇവർ രണ്ടാളും വീടിനുള്ളിലേക്ക് പോകുമ്പോൾ രാഗ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും അവന് ഒരു കോൾ വരുന്നുണ്ട്. അവൻ്റെ ബ്രദേഴ്സാണ് അവനെ കോൾ ചെയ്യുന്നത്. ഫെലിയുടെ കാര്യങ്ങളെല്ലാം അവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെലി കിഡ്നാപ്പായെന്ന് അറിയുമ്പോൾ അവരാകെ വറീഡാകുന്നു. രാഗയുടെ കെയർഫുൾ ആയിരിക്കണം എന്നും അവർ പറയുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ, നിന്റെ ലൊക്കേഷൻ ഞങ്ങളുമായി ഷെയർ ചെയ്യൂ, ഫെലി രക്ഷിക്കാൻ ഞങ്ങൾ അവിടേക്ക് വരാമെന്ന് അവർ പറയുന്നുണ്ട്. രാഗ സമ്മതിക്കുന്നില്ല. ഈ പ്ലേസ് ഒരുപാട് ഡേഞ്ചറസ് ആണ്. തൻ്റെ ബ്രദേഴ്സിൻ്റെ ലൈഫ് റിസ്ക് ചെയ്യാൻ രാഗയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫെലി രക്ഷപ്പെടുത്തി കൊണ്ടുവരാമെന്ന് രാഗ പറയുന്നു. ജോർദൻ രാഗയോട് നീ ഒറ്റയ്ക്കൊന്നും ചെയ്യരുത്, ഞങ്ങൾ അവിടേക്ക് വരാം. നീ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നേക്കാളും സേഫ് നമ്മൾ 4 പേരും ഒരുമിച്ച് ചെയ്യുന്നതാണെന്ന് ജോർദൻ പറയുന്നു. രാഗ എന്നിട്ടും തൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. നീ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചെന്നില്ലെങ്കിലും ഞങ്ങൾ അവിടേക്ക് വരും, ഓരോ വീട്ടിലും കയറി അന്വേഷിക്കുമെന്ന് നാവിറോ പറയുന്നു. അപ്പോൾ എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ നീ ഞങ്ങളെ ബ്ലെയിം ചെയ്തതെന്നും ഹെൽഗ പറയുന്നുണ്ട്. താൻ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നും എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ബ്രദേഴ്സ് ഇവിടേക്ക് വരുമെന്ന് രാഗയ്ക്ക് മനസ്സിലാകുന്നു. സോ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ അവൻ തയ്യാറാകുന്നുണ്ട്.
കോള് കട്ട് ചെയ്ത് അവൻ്റെ ലൊക്കേഷൻ അവരുമായി ഷെയർ ചെയ്യുന്നു. രാഗയെ ഫെലിയെ രക്ഷിക്കാനായി അവർ 3 പേരും അവിടെ നിന്ന് തിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലിയാണ് കാണിക്കുന്നത്. ഒരു ചെയറിൽ അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആൻഡ്രയും ആ ലേഡിയും അവിടെ നിന്ന് സംസാരിക്കുന്നു. നാളെ തന്നെ ഇവളെയും കൂട്ടി ഇവിടുന്ന് പോയി ഇവളുടെ ഓപ്പറേഷൻ നടത്തി എല്ലാ ഓർഗൻസും വെളിയെടുക്കണമെന്ന് ആ ലേഡി പറയുന്നുണ്ട്. ഇതെല്ലാം ഫെലിയും കേൾക്കുന്നു. ഞാൻ നിനക്ക് ഓൾറെഡി 50% പേ ചെയ്തതാണ്. ബാക്കി 50% ജോലി കഴിഞ്ഞ ശേഷം പേ ചെയ്യും. നീ ഈ ജോലി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എല്ലാ മണിയും കിട്ടുമെന്ന് ആ ലേഡി പറയുന്നു. ഇതെല്ലാം കേട്ട് ആൻഡ്രൂ ഒരുപാട് ഹാപ്പി ആകുന്നു. ഇവൾ നിന്റെ ഫാമിലി മെമ്പർ ആണെന്നല്ലേ നീ എന്നോട് പറഞ്ഞതെന്ന് ആ ലേഡി ചോദിക്കുമ്പോൾ, ഇവളെൻ്റെ ഫാമിലി അല്ല, എൻ്റെ ഡിക്ഷണറിയിൽ ഫാമിലി എന്ന വേർഡില്ല. കൂടുതൽ ഓർഗൻ ബിസിനസ്സിന് വേണ്ടി ഇവളെ പോലുള്ള യങ്ങായിട്ടുള്ള മറ്റാളുകളെ കിട്ടുമെന്ന് ഞാൻ നോക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നു. അതിനുശേഷം ലഞ്ച് കഴിക്കാനായി അവർ 2 പേരും അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം രാഗയുടെ ഫെലി അന്വേഷിക്കുകയാണ്. അകത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ രാഗ അകത്തേക്ക് നോക്കുന്നുണ്ട്. ജനൽ വഴി ഫെലിയെ കെട്ടിയിട്ടിരിക്കുന്നത് അവൻ കാണുകയും ചെയ്യുന്നു. ഇവിടെ ഫെലി അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗുണ്ട അവിടേക്ക് വരുന്നു. എന്നിട്ട് അവളോട് സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ പറയുന്നുണ്ട്. അവൾ കേൾക്കാതെ വീണ്ടും സൗണ്ട് ഉണ്ടാക്കുന്നു. അയാൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. എന്നിട്ട് ഒരു വടിയുമായി തിരിച്ചു വരുന്നുണ്ട്. ഫെലി അടിക്കാനായി തുടങ്ങുമ്പോൾ രാഗ വന്ന് അത് ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അയാളെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ഫെലിയുടെ കെട്ടഴിക്കാൻ വേണ്ടി രാഗ ശ്രമിക്കുന്നു. അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് വരുന്നു. ഇത് രാഗയെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെലി അവൻ അയാളെ അടിച്ച് താഴെ ഇടുന്നു. എന്നിട്ട് വീണ്ടും ഫെലിയുടെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഗുണ്ട പുറകിൽ നിന്ന് വന്ന് രാഗയെ അറ്റാക്ക് ചെയ്യുന്നു. ഇയാൾ വരുന്നത് ഫെലിയും രാഗയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. രാഗയുടെ ബോധം നഷ്ടമാകുന്നു. അവനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവനെയും ആ ചെയറിൽ കെട്ടിയിടുന്നുണ്ട്. രാഗയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഫെലിയെ കൊണ്ടും പറ്റുന്നില്ല. നെക്സ്റ്റ് സീനിൽ ജോർദനും നാവിറോ ഹെൽഗയും രാഗ അയച്ചു കൊടുത്ത് ആ ലൊക്കേഷനിൽ വരുന്നു. അവർ ആ വീട് കാണുകയും ചെയ്യുന്നുണ്ട്. എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യരുത്, പതുക്കെ ആലോചിച്ച് സാവധാനം എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് ഹെൽഗ ചോദിക്കുമ്പോൾ, ആരും കാണാത്ത രീതിയിൽ നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്ന് ജോർദൻ പറയുന്നു. എന്നിട്ട് അവർ വണ്ടി പാർക്ക് ചെയ്യാനായി ഒരു പ്ലേസിലേക്ക് വരുന്നു. അപ്പോൾ രാഗയുടെ വണ്ടിയും അവരുടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണുന്നുണ്ട്. രാഗ അകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. നമ്മളിങ്ങനെ അകത്ത് കിടക്കും, മതിൽ ചാടുന്ന സേഫ് ആയിരിക്കുമെന്ന് നാവിറോ ചോദിക്കുമ്പോൾ, മതിലിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല, അത് റിസ്ക് ആയിരിക്കുമെന്ന് ഹെൽഗ പറയുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് ജോർദൻ മതിൽ ചാടുന്നു. ഇത് കണ്ട് ബാക്കി 2 പേരും അവൻ്റെ പിറകെ ചാടുന്നുണ്ട്. അവർ 3 പേരും അവിടെയെല്ലാം രാഗയെ ഫെലി അന്വേഷിക്കുന്നു. ജോർദൻ രാഗയെ ഫെലിയും കെട്ടിയിട്ടിരിക്കുന്ന കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവർ എല്ലാവരും ആലോചിക്കുന്നു. എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ നമ്മളൊന്നും ചെയ്യരുതെന്ന് അവർ 3 പേരും തീരുമാനിക്കുന്നുണ്ട്. ജോർദന് ഒരു ഐഡിയ തോന്നുന്നു. അവൻ ബ്രദേഴ്സിനോട് ഈ ഐഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവർ 3 പേരും ഒരു ഗുണ്ട നിൽക്കുന്ന കാണുന്നു. എന്നിട്ട് നാവിറോ ഹെൽഗയും അയാളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഹെൽഗ അവരുടെ മുന്നിൽ കണ്ണു കാണാത്ത ആളെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണെന്ന് ആ ഗുണ്ട ചോദിക്കുമ്പോൾ, എൻ്റെ ബ്രദറിന് കണ്ണു കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് വഴി തെറ്റി, എങ്ങനെ വീട്ടിലേക്ക് പോകണം എന്നറിയില്ല എന്ന് നാവിറോ പറയുന്നു. അയാൾ അവരോട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. നാവിറോ അയാളോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹെൽഗ കണ്ണു കാണാത്ത ആളെ പോലെ നടന്നകത്തേക്ക് കയറുന്നുണ്ട്. ഇത് കാണുന്ന ഗുണ്ട ഹെൽഗയുടെ പിറകെയും നാവിറോ അയാളുടെ പിറകെയും. ഫെലി ഹെൽഗയെ കാണുന്നു. ഇത് മിക്കവാറും ഹെൽഗയുടെ പ്ലാൻ ആയിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. രാഗയും അവൻ്റെ ബ്രദേഴ്സിനെ കാണുന്നുണ്ട്. ആ ഗുണ്ട അവരോട് അവിടുന്ന് പോകാൻ പറയുമ്പോൾ ജോർദൻ ഒരു വടിയുമായി പുറകിൽ കൂടെ വന്ന് അയാളെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ 3 പേരും കൂടി രാഗയെ ഫെലിയെ രക്ഷിക്കുന്നു. അവർ എല്ലാവരും അവിടുന്ന് ഓടുന്നുണ്ട്. വന്ന വഴിയെ മതിൽ വഴി എടുത്തു ചാടുന്നു. എന്നിട്ട് എല്ലാവരും രാഗയുടെ കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇവരുടെ പിറകെ ഗുണ്ടകൾ വരുന്നുണ്ടെങ്കിലും അവർക്ക് ഇവരെ കിട്ടുന്നില്ല. രാഗയുടെ കാറിൽ ഇവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമയം രാത്രിയാകുന്നുണ്ട്. എല്ലാവരും രാഗയെ ഫെലി രക്ഷപ്പെടുത്തിയതിൽ ഹാപ്പിയായിരുന്നു. ഫെലി അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ കാർ ബ്രേക്ക് ഡൗൺ ആകുന്നു. എന്തു പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എല്ലാവരും വെളിയിറങ്ങി നോക്കുമ്പോൾ ടയർ പഞ്ചറായിട്ടുണ്ടായിരുന്നു. താൻ എക്സ്ട്രാ ടയർ കൊണ്ടുവരാൻ മറന്നു എന്ന് രാഘ പറയുന്നുണ്ട്. ഇനി എന്തു ചെയ്യും?
ആരെങ്കിലും വരുന്നവരെ ഹെൽപ്പിന് വെയിറ്റ് ചെയ്യാമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അവർ നമ്മളെ ഫോളോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാമെന്ന് ജോർജൻ പറയുന്നു. അപ്പോൾ ഒരു വണ്ടി അവിടേക്ക് വരുന്നത് അവർ കാണുന്നു. നമുക്ക് അവരുടെ ഹെൽപ്പ് ചോദിക്കാമെന്ന് ഹെൽഗ പറയുന്നുണ്ട്. പക്ഷേ ഈ വരുന്നത് ആ ഗുണ്ടാ സംഘമായിരുന്നു. ഇവരെ കാണുമ്പോൾ ഫെലി തിരിച്ചറിയുന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും ഒരു വഴി ഓടുന്നത് റിസ്ക് ആണ്, അതുകൊണ്ട് പല വഴിക്ക് ഓടാമെന്ന് അവർ തീരുമാനിക്കുന്നു. നാവിറോ ഹെൽഗയോ ഒരുമിച്ച് ഒരു വഴിക്ക് ഓടുന്നു. ജോർജൻ മറ്റൊരു വഴിക്ക്, രാഗ ഫെലിയുടെ കൂടെ മറ്റൊരു വഴിക്ക്. ഇങ്ങനെ അവരെല്ലാവരും പല വഴിക്ക് ഓടുന്നു. ഗുണ്ടകളും സെപ്പറേറ്റായി ഇവരുടെ പിറകെ പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഫെലി ഒളിച്ചിരിക്കുന്നത് ഒരു ഗുണ്ട കാണുന്നു. അയാൾ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ രാഗ പുറകെ കൂടെ വന്ന് അയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു നൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ രാഗ എന്നിട്ടും അയാളുമായി ഫൈറ്റ് ചെയ്യുന്നു. അയാളെ ഓവർ പവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഫൈറ്റിൻ്റെ സൗണ്ട് കേട്ട് ബാക്കി ഗുണ്ടകളും അവിടേക്ക് വരുന്നു. അവരെല്ലാവരും രാഗയെ വളയുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് രാഗയ്ക്ക് അറിയില്ല. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ ബ്രദേഴ്സ് അവിടേക്ക് വരുന്നു. 4 ബ്രദേഴ്സും കൂടി ഈ ഗുണ്ടകളെല്ലാം ഫൈറ്റ് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. താൻ സേഫായെന്ന് മനസ്സിലാക്കുമ്പോൾ ഫെലി ഒരുപാട് ഹാപ്പിയാകുന്നു. അവൾ ഓടി രാഗ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഒരു ഗുണ്ട എണീക്കുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഫെലിയുടെ കഴുത്തിൽ വെച്ച് അവരെല്ലാവരും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും സറണ്ടർ ആയില്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലുമെന്ന് അയാൾ പറയുന്നു. പക്ഷേ ഒരവസരം കിട്ടുമ്പോൾ ഫെലി അയാളുടെ കയ്യിൽ കടിക്കുന്നു. ഈ ടൈമിൽ രാഗ അയാളെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സേഫ് ആകുന്നു. തന്നെ രക്ഷിച്ചതിൽ ഫെലി അവരോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. രാഗ ആ മെയിൻ ഗുണ്ടയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുക്കുന്നു. എന്നിട്ട് അടി കൊണ്ട് അവശരായി കിടക്കുന്ന ആ ഗുണ്ടകളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് അവരുടെ ബോസായ ആൻഡ്രയ്ക്ക് അയച്ചു കൊടുക്കുന്നു. നീ ഫെലിയെ ഫോളോ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇതിലും മോശമായിരിക്കുമെന്നും അവൻ പറയുന്നുണ്ട്. തന്നെ രക്ഷപ്പെടുത്തിയതിൽ ഫെലി വീണ്ടും അവരോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അപ്പോൾ ജോർജന് മിസ്റ്റർ ജോഹാന് കോൾ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും സേഫാണ്, ഫെലിയും രാഗയും സേഫാണെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് മിസ്റ്റർ ജോഹാൻ ഒരുപാട് ഹാപ്പിയാകുന്നു. ഞങ്ങളുടെ കാർ ബ്രേക്ക് ഡൗൺ ആയെന്നും ഞങ്ങളെ പിക്ക് ചെയ്യാൻ ആരെങ്കിലും വിടാൻ പറ്റുമെന്ന് ജോർജൻ ചോദിക്കുന്നു. മിസ്റ്റർ ജോഹാൻ താൻ വിടാമെന്ന് പറയുന്നുണ്ട്. നിന്റെ ഡാഡ് ഇത്രയും ക്രൂവലായിട്ട് എന്തിനാ നിന്നോട് ബിഹേവ് ചെയ്യുന്നതെന്ന് ഹെൽഗ ചോദിക്കുമ്പോൾ ഇതെൻ്റെ റിയൽ ഡാഡല്ല, എൻ്റെ അങ്കിളാണ്. അങ്കിൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ഫെലി പറയുന്നുണ്ട്. ഇയാൾ എന്ത് ക്രൂവലാണ്, നിന്റെ റിലേറ്റീവായിട്ടും നിന്റെ ഡാഡിൻ്റെ ഐഡൻറ്റിറ്റി ഇയാൾ മോഷ്ടിച്ചു, എന്നിട്ട് നിന്നെ കിഡ്നാപ്പ് ചെയ്ത് നിന്നെ മറ്റുള്ളവർക്ക് വിൽക്കാൻ ശ്രമിച്ചു എന്ന് ഹെൽഗ പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലിയും ഒരുപാട് സാഡാകുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഓർത്ത് നീ വറി ചെയ്യേണ്ട, നീ ഇപ്പോൾ സേഫാണല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ ജോർജൻ അവളോട് പറയുന്നു. പക്ഷെ എന്നിട്ടും ഫെലി ഒരുപാട് സാഡായിരുന്നു. എനിക്ക് എൻ്റെ ഫാമിലിയെ തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞ് ഞാൻ ഒരുപാട് ഹാപ്പി ആയതാ. പക്ഷെ സത്യത്തിൽ ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എന്ന് ഫെലി പറയുന്നു. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ടെന്ന് രാഗ അവളോട് പറയുന്നു. ശരിയാണ്, ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ജോർജനും പറയുന്നുണ്ട്. ഹെൽഗയും നാവിറോയും ഇത് തന്നെ അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആൻഡ്ര വീട്ടിലേക്ക് വരുമ്പോൾ ഫെലി അവിടെ രക്ഷപ്പെട്ടെന്ന കാര്യം അയാൾക്ക് മനസ്സിലാകുന്നു. അയാൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഫെലി, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ലെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് അയാൾ മിസ്റ്റർ ജോഹാന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫെലി ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്നും ഫെലിയുടെ കൂടെ നിങ്ങളുടെ മക്കളെയും ഞാൻ വെറുതെ വിടില്ലെന്നും അയാൾ പറയുന്നുണ്ട്. ഈ ഭീഷണി കാണുമ്പോൾ മിസ്റ്റർ ജോഹാൻ ഒരുപാട് ടെൻഷനിലാകുന്നു. ഫെലിയെയും നിങ്ങളുടെ മക്കളെയും ഒരു കണ്ടീഷനിൽ ഞാൻ വെറുതെ വിടാം, ഞാൻ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ എനിക്ക് തരണമെന്ന് ആൻഡ്ര മിസ്റ്റർ ജോഹാന് മെസ്സേജ് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര മണിയാണ് വേണ്ടതെന്ന് ചോദിച്ച് മിസ്റ്റർ ജോഹാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഫെലിയും തൻ്റെ മക്കളും ഇങ്ങനെ ആൻഡ്രയെ പേടിച്ച് ജീവിക്കുന്നത് മിസ്റ്റർ ജോഹാനെ സംബന്ധിച്ച് ഒരുപാട് പേടിയുള്ള കാര്യമാണ്. ആൻഡ്ര ഒരു ലൊക്കേഷൻ അയച്ച് ഞാൻ ആവശ്യപ്പെടുന്ന എമൗണ്ടുമായി ഈ ലൊക്കേഷനിലേക്ക് വരണം, നിങ്ങൾ ഈ കാര്യം പോലീസിനെ അറിയിക്കരുത്, അറിയിക്കുകയാണെങ്കിൽ അത് ഫെലിക്കും എൻ്റെ മക്കൾക്കും ഒരിക്കലും നല്ലതായിരിക്കില്ല എന്ന് ആൻഡ്ര പറയുന്നു. എത്ര എമൗണ്ട് വേണമെന്ന കാര്യം ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്യാമെന്നും അയാൾ പറയുന്നുണ്ട്. ഇതെല്ലാം വായിച്ച് മിസ്റ്റർ ജോഹാൻ ഒരുപാട് ടെൻഷനിലായിരുന്നു. അപ്പോൾ രാമ അവിടേക്ക് വരുന്നു. കുട്ടികളെ പിക്ക് ചെയ്യാനായി ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് മിസ്റ്റർ ജോഹാൻ രാമയോട് പറയുന്നു.
നെക്സ്റ്റ് സീനിൽ രാഗിയും ഫിലിയും ബ്രദേഴ്സും എല്ലാം മാൻഷനിലേക്ക് വരുന്നു. ഫിലിയെ കാണുമ്പോൾ മിസ്റ്റർ ജൊഹാൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് താങ്ക്സ് പറയുന്നു. ഇവർ 4 പേരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവനോടുണ്ടാകില്ലായിരുന്നു. താങ്കൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവരോടെല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. അവരോടെല്ലാവരോടും മിസ്റ്റർ ജൊഹാൻ അവിടെ ഇരിക്കാൻ പറയുന്നു. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അയാളെക്കുറിച്ച് നേരത്തെ അന്വേഷിക്കണമായിരുന്നു. എൻ്റെ കെയർലെസ്നെസ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതിൽ താങ്കളുടെ ഒരു മിസ്റ്റേക്കുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളെല്ലാവരും സേഫാണ്. എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്ന് ഫെലി പറയുന്നു. ഇനി ഒരിക്കലും നിന്നെ ഹർട്ട് ചെയ്യാനായി ആൻഡ്ര നിന്റെ ലൈഫിലേക്ക് വരില്ല. ഇത് എൻ്റെ പ്രോമിസ് ആണെന്ന് മിസ്റ്റർ ജോഹാൻ ഫെലിയോട് പറയുന്നുണ്ട്. അപ്പോൾ രാമ അവിടേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. മിസ്റ്റർ ജോഹാൻ രാമയോട് അവിടുന്ന് പോകാൻ പറയുന്നു. കുട്ടികളോട് ഫ്രഷപ്പ് ചെയ്യാൻ പറഞ്ഞ ശേഷം രാമയെ കാണാനായി വെളിയിലേക്ക് വരുന്നുണ്ട്. മിസ്റ്റർ ജോഹാന് ബ്രീഫ് കേസ് കൊടുത്ത ശേഷം താങ്കൾ ആവശ്യപ്പെട്ട എമൗണ്ട് ഇതിലുണ്ടെന്ന് പറയുന്നു. ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ ആൻഡ്ര നമ്മളെ ശല്യപ്പെടുത്താൻ വരില്ലെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നുണ്ട്. താങ്കൾ ഈ കാര്യം ഒന്നുകൂടി ആലോചിക്കൂ. കാരണം ആ ആൻഡ്ര ഒരു ചീത്ത പേഴ്സണാണ്. ഈ പണം കിട്ടിക്കഴിഞ്ഞാലും ഇവരെ എല്ലാവരും വെറുതെ വിടുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന് രാമ പറയുന്നു. അതെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. പക്ഷേ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം രാ കേൾക്കുന്നുണ്ട്. മിസ്റ്റർ ജോഹാൻ ആൻഡ്രയെ കോൾ ചെയ്യുന്നു. നീ ആവശ്യപ്പെട്ട എമൗണ്ട് റെഡിയാണ്. ഇത് വാങ്ങിയ ശേഷം നീ ഫെലിയെയും എൻ്റെ മക്കളെയും ഇനി ഒരിക്കലും ശല്യപ്പെടുത്താൻ പാടില്ല. ആൻഡ്ര സമ്മതിക്കുന്നു. നമുക്ക് കാണാമെന്ന് പറഞ്ഞ് മിസ്റ്റർ ജോഹാൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആൻഡ്രയെ കാണാനായി ബ്രീഫ് കേസും കൊണ്ട് മിസ്റ്റർ ജോഹാൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. രാഘവ് വന്ന് മിസ്റ്റർ ജോഹാനെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. താങ്കൾ സത്യത്തിൽ ഈ എമൗണ്ട് അയാൾക്ക് കൊടുക്കാൻ പോവുകയാണോ ചോദിക്കുന്നു. ഞാനിതെല്ലാം ചെയ്യുന്നത് ഫെലിക്ക് വേണ്ടിയാണ്. ഇത് വാങ്ങിയ ശേഷം ഇനി ഒരിക്കലും അയാൾ ഫെലി ശല്യപ്പെടുത്തില്ല എന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഞാൻ താങ്കളെ ഒരിക്കലും തടയില്ല. പക്ഷേ ആൻഡ്രയെ കാണാനായി താങ്കളുടെ കൂടെ ഞാനും വരാമെന്ന് രാഘവ് പറയുന്നു. പക്ഷേ മിസ്റ്റർ ജോഹാൻ സമ്മതിക്കുന്നില്ല. നീ ഈ വീട്ടിലുണ്ടാകണം. ഫെലിയും നിന്റെ ബ്രദേഴ്സിനെയും നീ ടേക്ക് കെയർ ചെയ്യണമെന്ന് മിസ്റ്റർ ജോഹാൻ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ രാഘയ്ക്ക് ആൻഡ്ര ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു ക്രൂവൽ പേഴ്സൺ ആണെന്ന് അവൻ അറിയാമായിരുന്നു. ശരി, ഞാൻ താങ്കളുടെ കൂടെ വരില്ല. പക്ഷേ താങ്കൾ ആ ലൊക്കേഷൻ ഞാനുമായി ഷെയർ ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നു. മിസ്റ്റർ ജോഹാൻ ആ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിസ്റ്റർ ജോഹാൻ അവിടുന്ന് പോകുന്നുണ്ട്. അദ്ദേഹം പോയ ശേഷം രാഘ ബ്രദേഴ്സിനെ ഫെലിയെടുത്ത് വരുന്നു. ഡാൻ ആൻഡ്രയ്ക്ക് പണം കൊടുക്കാൻ പോയിരിക്കുകയാണെന്ന് അവൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഈ പണം കിട്ടിയ ശേഷം അയാൾ നമ്മളെ വെറുതെ വിടുമെന്ന് നാവർ ചോദിക്കുന്നു. എനിക്ക് വിശ്വാസമില്ല. ആ ആൻഡ്ര ഒരു ക്രൂവൽ പേഴ്സൺ ആണെന്ന് ഹെൽഗ പറയുന്നു. നിങ്ങൾ വരയേണ്ട ആവശ്യമില്ല. ഞാൻ ഡാഡിനെ ഫോളോ ചെയ്യാൻ പോവുകയാണെന്ന് രാഘ പറയുന്നു. ഞങ്ങളും വരുന്നെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. സോ രാഘയെ സമ്മതിക്കുന്നു. അവരെല്ലാവരും മിസ്റ്റർ ജോഹാന്റെ പുറകെ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ ജോഹാൻ ആൻഡ്രയെ കാണാനായി ആരുമില്ലാത്ത ഒരു ബേസ്മെന്റിലേക്ക് വരുന്നു. ആൻഡ്ര ഓൾറെഡി മിസ്റ്റർ ജോഹാനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി പണമുള്ള ബ്രീഫ് കേസ് ആൻഡ്രയുടെ മുന്നിലേക്ക് ഇടുന്നു. നിനക്ക് ആവശ്യമുള്ള പണം ഇതിലുണ്ട്. ഇനി മേലാൽ എൻ്റെ കുട്ടികളുടെ ലൈഫിൽ വരരുതെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. ആൻഡ്ര ബ്രീഫ് കേസ് എടുത്ത് പണം ചെക്ക് ചെയ്യുന്നുണ്ട്. നീ സത്യത്തിൽ ഫിലിക്ക് വേണ്ടി ഇത്രയും വലിയ എമൗണ്ട് എനിക്ക് തരാൻ വേണ്ടി വന്നയാണോ? എനിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല നീ ഫിലിക്ക് വേണ്ടി ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. മിസ്റ്റർ ജോഹാൻ ഇതിന് മറുപടിയൊന്നും പറയാതെ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ആൻഡ്ര അദ്ദേഹത്തോട് എനിക്ക് താങ്കളുടെ വാച്ചും വേണമെന്ന് പറയുന്നു. മിസ്റ്റർ ജോഹാൻ ആ വാച്ച് ഊരി അവന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഗ്രീഡിയായ ആൻഡ്രയ്ക്ക് എന്നിട്ടും തൃപ്തിയാവുന്നില്ല. എനിക്ക് നിങ്ങളുടെ ഫോണും വേണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. മിസ്റ്റർ ജോഹാന് ഒരുപാട് ദേഷ്യം വരുന്നു. ഞാൻ നിനക്ക് ഇത്രയും പണം തന്നിട്ടും ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ നിനക്കൊരു ഉദ്ദേശവുമില്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ പണം കണ്ട് ഞാൻ ഇന്ന് സാറ്റിസ്ഫൈ ആണ്. പക്ഷെ നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല എന്ന് ആ ആൻഡ്ര പറയുന്നു. അതിൻ്റെ അർത്ഥം ആൻഡ്ര ഇനിയും പണത്തിൻ്റെ പേരിൽ മിസ്റ്റർ ജോഹാനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നാണ്. പക്ഷേ മിസ്റ്റർ ജോഹാന്റെ പക്കൽ അപ്പോൾ മറ്റു വഴിയുണ്ടായിരുന്നില്ല. അദ്ദേഹം സമ്മതിക്കുന്നു. ആൻഡ്ര ആ ബാഗുമായി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഫെലി അവിടേക്ക് വരുന്നു. നീ എന്ത് ഹാർട്ട്ലെസ് ആണ്.
എൻ്റെ അങ്കിളായിട്ടും നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ലൈഫ് ഒരുപാട് ക്രൂവലാണ്. നിനക്ക് ലൈഫിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും അറിയില്ല. ഈ ലോകത്ത് സുഖമായി ജീവിക്കാനായി നമ്മുടെ സ്വന്തം ആളുകളെ തന്നെ നമ്മൾ ബലി കൊടുക്കേണ്ടി വരുമെന്ന് അയാൾ പറയുന്നു. ഫെലി തൻ്റെ പേരൻസിനെ കുറിച്ച് ആൻഡ്രോയോട് ചോദിക്കുന്നു. എനിക്കറിയില്ല നിന്റെ പേരൻസിനെ കുറിച്ച്. എനിക്ക് ഇത്രമാത്രം അറിയാം. നിന്റെ പേരൻസ് ഓർഫനേജിലാക്കിയിട്ട് പോയത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയായിരുന്നു. ഇൻഫാക്റ്റ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർ ഇതുവരെ വന്നില്ലെന്നറിഞ്ഞ് ഞാൻ ഒരുപാട് ഷോക്ക്ഡ് ആയിരുന്നു എന്ന് അയാൾ പറയുന്നു. നിന്റെ പേരൻസിനെ വെയിറ്റ് ചെയ്ത് നീ ഇപ്പോഴും ഓർഫനേജിലെന്നറിഞ്ഞപ്പോൾ ഞാൻ ആ അവസരം മുതലാക്കിയതാണെന്ന് അയാൾ പറയുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് അല്ല, നമ്മൾ ഇനി മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് സ്മൈൽ ചെയ്ത് അയാൾ അവിടുന്ന് പോകുന്നു. ഫെലി സാഡാകുന്നു. അവൾ മിസ്റ്റർ ജോഹാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ആൻഡ്ര വണ്ടിയിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ കാറ് സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ രാഘവ് അവൻ്റെ ബ്രദേഴ്സുമായി കാറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. അവൻ്റെ കയ്യിൽ ഒരു വയറുണ്ടായിരുന്നു. ഇത് അവൻ ആ കാറിൽ റിമൂവ് ചെയ്താണ്. അതുകൊണ്ടാണ് കാറ് സ്റ്റാർട്ടാകാത്തത്.